ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെഞ്ഞാറമൂട് പോവുകയാണ്, എൻ്റെ വണ്ടിയിൽ പോവുകയാണ്. ഇനിയിപ്പം എന്തൊക്കെയാണ് വാങ്ങുന്നതെന്നുള്ളത് ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം കേട്ടോ. അവർ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോഴും അവർ വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് എനിക്കും റെഡി ആവണം. ഓക്കെ, ഇവിടെ അരി ഞാൻ പൊടിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് അരുണി, അരുമയായ അരുണി. ഹായ്, ഇതാണ് രജനി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. അങ്ങനെ പിന്നെ കഴിച്ചാടാ? നീ വന്നോ? ഇന്നലെ വന്ന്. എടാ, എനിക്ക് പായസം വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം വേണമായിരുന്നു. പായസം വയ്ക്കാനുള്ള കടലല്ല, സേമിയ എടുത്തേ. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഒന്ന് നോക്കിയേ, ഫേസ് ഒന്ന് കാണട്ടെ, ഒരു ഹായ് കൊടുക്കണോ? എടുത്തതാ. ഒരു ഡയറി മിൽക്ക് ആയാലോ? ഇതാണ് ചിക്കൻ. വെയിറ്റുണ്ട്, 3.5 കിലോ ചിക്കനുണ്ട്. ഇത്രയും കറി വെക്കാനല്ല, കുറച്ച് നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ്. ഇനി ഉള്ളിയൊക്കെ തൊലിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവർ വരുന്നതിന് മുമ്പ് എല്ലാം തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും മധുരം കഴിക്കണം നല്ലതാണെന്ന് പറയും, എൻ്റെ അമ്മ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് നല്ല കൂളായിട്ടൊന്ന് ഇത് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു. പാചകം ഒരു കലയാണല്ലോ, അതൊരു കൊലയാവാൻ പാടില്ലല്ലോ. ഇതാണ് എൻ്റെ ചിക്കൻ കറി. ഇവിടെ ഫോക്കസ് ചെയ്യൂട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കാണാൻ ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് അവരഭിപ്രായം പറയും. പിന്നെ ചിക്കൻ ഫ്രൈ ഇതാണ്. ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രൈ ചെയ്ത എൻ്റെ ചിക്കൻ. ഇനിയുണ്ട് പരിപാടികൾ, ഇനിയും കിടക്കുന്നുണ്ട്. പായസം വയ്ക്കണം, ഇടിയപ്പം ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഉണ്ട്. ഇതെന്തായാലും ഏകദേശം റെഡിയായി. ഇനി ബാക്കി പരിപാടികളുണ്ട്, കിടക്കാം. അപ്പോൾ ഇവരാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ഇവർക്ക് ഞാനൊരു കുഞ്ഞ് വിരുന്ന് കൊടുക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും 5 മാസം 6 മാസമൊക്കെ ആവാറായി. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. അങ്ങനെ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേരും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്, അവർ പുറകെ വരുന്നതാണ്. അങ്ങനെ അനു എത്തിയിരിക്കുകയാണ് ഗേൾസ്. ചന്ദനക്കുറിയൊക്കെ ഇട്ട് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് കപ്പിൾസ്, ഇന്നത്തെ ഗസ്റ്റായ കപ്പിൾസിൻ്റെ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരൂ. ഇതാണ് അല്ലു, ഒരു ഡാൻസർ എന്നാണ് അവളൊരു ഡാൻസറാണ്. ഏത് സമയം ഇങ്ങനെ ചാടി നിൽക്കുള്ളൂ, ഭയങ്കര ഡാൻസറാണ്. ശ്രീ ചേച്ചി എത്തിയിരിക്കുകയാണ്. ചേച്ചി കുറേ നാൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടുന്നത്. നമ്മളെല്ലാവരും കൂടി. അമ്പു പുറത്തെവിടെ പോയിരിക്കണം, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് കലപ്പിലെത്തിയിരിക്കും. എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കി. പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ല, കടയിലെ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ പായസം ഞാൻ ഉണ്ടാക്കിയതാണ്. ബീഫ് ഞാൻ ഉണ്ടാക്കിയതല്ല. ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കിയതാണ്. ബോളി എൻ്റെതേ അല്ല, അത് കുമാർ ബേക്കറി പോത്തങ്കോട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ജോലി. ഇത്രയും സംഭവങ്ങളായി. കല്ലു എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? ഇതെന്താ തലയിൽ എന്തോന്നിരിക്കുന്നത്? കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ ശരിക്കും? ആണോടാ? പറയാനോ എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്?
ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരാണ്. ഷീജ ചേട്ടത്തി, ശ്രീജ ചേട്ടത്തി, ചിന്നു ചേട്ടത്തി, ഇതൊക്കെ നാഗൂൻസാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയാണ്. ടാറ്റ. ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.